കഴിഞ്ഞ ദിവസം നടന്ന ബസ് ഇൻസിഡന്റിലെ ഷിംജിത ദീപക് എന്ന് പറഞ്ഞ ഇഷ്യൂവിൽ വേറെ സാധനങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ദീപക് എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്ന ടൈമിങ്, അയാളുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം കൊണ്ട് എത്രയോ ആൾക്കാർ കാണുന്നു, ആ വീഡിയോ അയാളെ കിട്ടുന്നു, അയാൾ ആ വീഡിയോ കാണുന്നു, ആ വീഡിയോ കണ്ടിട്ട് എത്ര മണിക്കൂറിന് ശേഷമാണ് അയാൾ മരിക്കുന്നത്. വീഡിയോയുടെ പ്രത്യാഘാതങ്ങളൊക്കെ നേരിട്ടിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അയാൾ മരിക്കുന്നത്. അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചിട്ടും തെളിയാതെ, അല്ലെങ്കിൽ മറ്റുള്ളവർ വിശ്വസിക്കാതെ അയാൾ നിരപരാധിയാണെന്ന് പലവട്ടം പല രീതിയിൽ ശ്രമിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച്, അല്ലെങ്കിൽ അതിനുവേണ്ടി നിയമപോരാട്ടം നടത്തിയിട്ടും അത് വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ ആരും വിശ്വസിക്കുന്നില്ല, തന്നെ ഈ സമൂഹം ഒന്നടങ്കം തള്ളിപ്പറയുകയാണ്, അയാളെ ഒറ്റപ്പെടുത്തുകയാണ് എന്നൊരവസ്ഥയിലുള്ള ആത്മഹത്യയും, ഇങ്ങനൊരു ഇൻസിഡന്റ് കണ്ടു, എൻ്റെ എല്ലാം പോയി, ഇതോടെല്ലാം തീർന്നു എന്നൊരു തീരുമാനമെടുത്ത് എത്ര മണിക്കൂറിനുള്ളിലാണ് ഇയാൾ മരിക്കുന്നത്, അത് ഭയങ്കര കാര്യമായിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് കേട്ടോ. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു മാനസിക പ്രശ്നം ആണെന്ന് വിചാരിക്കുക. ഈ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒട്ടും നോർമലായിട്ടുള്ള സാധനമായിട്ട് ഒരാൾക്കും കാണാൻ പറ്റില്ല. സ്വന്തം ജീവൻ എടുക്കുക, അല്ലെങ്കിൽ വേറെ ആരുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ സ്വന്തം ജീവൻ എടുക്കാൻ അതിലും സിവിയറാണ്. ആത്മഹത്യാ ശ്രമം അതുകൊണ്ടാണല്ലോ ശിക്ഷാർഹം എന്ന് പറയുന്ന നിയമം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലായിടത്തും ഉണ്ടാവും ചിലപ്പോൾ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ. പണിഷബിൾ ഒഫൻസ് ആണ്. അതെന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ കൊലപാതക ശ്രമം, അതും പണിഷബിൾ ഒഫൻസ് അല്ലേ. സ്വയം കൊലപാതക ശ്രമവും മറ്റൊരാളെ കൊലപാതക ശ്രമവും പണിഷബിൾ ഒഫൻസ് ആണ്. സ്വയം കൊല്ലുന്നതും മറ്റൊരാളെ കൊല്ലുന്നതും പണിഷബിൾ ഒഫൻസ് ആവണം. പക്ഷേ സ്വയം കൊന്നു കഴിഞ്ഞാൽ അയാളെ പണിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നൊരു സമയമുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ എന്തോ കണ്ടു, വഴക്കിട്ടു, വീട്ടിൽ നിന്ന് അമ്മയോട് വഴക്കിട്ടിട്ട് പോയി ഒരാൾ ആത്മഹത്യ ചെയ്തു. പരീക്ഷയ്ക്ക് തോറ്റു, SSLC പരീക്ഷയ്ക്ക് തോറ്റതുകൊണ്ട് ജീവിതം അവസാനിച്ചു എന്ന് തീരുമാനം എടുക്കുന്ന ഒരു ആത്മഹത്യയുണ്ട്. അങ്ങനെ പലതരം ആത്മഹത്യകളുണ്ട്. ചിലർ പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മരിച്ചു പോകാറുണ്ട്. ഇങ്ങനെ അറ്റംപ്റ്റ് നടത്തിയിട്ട് അവർ മരിക്കണമെന്ന് ഉദ്ദേശിച്ച് കാണത്തില്ല. അതും എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ മനുഷ്യൻ ഇയാളെ പറ്റി മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്, അയാൾ ഡിപ്രഷനിലായിരുന്നു നമുക്ക് സംശയിക്കാൻ പറ്റും. കാരണം ആരോടും അധികം സംസാരമില്ല, അല്ലെങ്കിൽ ഇടപാടില്ല. ഇദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അയാൾ ഡിവോഴ്സ്ഡ് ആകുന്നെന്നോ ഡിവോഴ്സ് ആയിക്കൊണ്ടിരിക്കുവാണെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അതിനൊന്നും ഒരു ധാരണയോ ഒരു മീഡിയയോ പോലീസോ ഒന്നും പറയുന്നില്ല. ഇങ്ങനെ ദുരൂഹതകളൊക്കെ വെച്ചിട്ട് കഥ പറയുന്ന ഒരു മാധ്യമങ്ങളെ ഇവിടെ കാണാൻ സാധിച്ചത്. ഇപ്പം ഞാനാണ് ഇത് അന്വേഷിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതെല്ലാം വ്യക്തമായിട്ട് നമുക്ക് മീഡിയയിൽ അറിയാൻ പറ്റും. ആ ആളെ പറ്റി, അല്ലെങ്കിൽ ഇത്ര നേരത്തെ പറ്റി, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അയാൾ ആരോടൊക്കെ സംസാരിച്ചപ്പോൾ ആദ്യം ഒരാളോട് സംസാരിച്ചുള്ളൂ എന്ന് പറയുന്നുണ്ട്. വീട്ടുകാരോട് സംസാരിച്ചാൽ എന്താ നടക്കാത്ത, അല്ലെങ്കിൽ അവരെല്ലാം അവിടെ എന്താ സപ്പോർട്ട് ചെയ്യാത്ത, സൗഹൃദങ്ങൾ ഇല്ലാണ്ടായി പോയത് എന്തുകൊണ്ടാണ്? സൗഹൃദം ഇല്ലാത്തൊരാൾക്ക് സംഭവിച്ചതിലുള്ള സാധനമൊക്കെയാണ് കാണുന്നത്. പക്ഷെ അത് എന്തുകൊണ്ടില്ല? നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ നാളെ ചിലപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമോ? നമ്മൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷമുള്ള ആ മനുഷ്യന്റെ മാനസിക തലത്തിലേക്ക് ഒന്ന് ചിന്തിക്കുക എന്നുള്ളതേ ഞാൻ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇത് നിനക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നതെങ്കിൽ, നിന്നെ പറ്റി ഒരു വീഡിയോ വരികയാണ്, അത് നിനക്ക് പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിന്റേതല്ലാത്ത, നീ തെറ്റ് ചെയ്തിട്ടില്ലാത്ത, ഈ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഐശ്വര്യയോട് ആ ഇന്റർവ്യൂ ചോദിക്കുക, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഷിംജിത എന്തിനാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അയാൾ ആത്മഹത്യയും ചെയ്തു. സൈബർ അറ്റാക്ക് നടന്നു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം പ്രഷർ ഷിംജിതയ്ക്ക് ഉണ്ടായി കാണുമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് അവരതങ്ങ് ഡിലീറ്റ് ചെയ്തെന്നല്ലേ ഉള്ളൂ. ഡിലീറ്റിംഗ് പോലെയാണ് ആത്മഹത്യ. അപ്പോൾ ഇതിനകത്ത് ഏതാ സിവിയർ ആയിട്ടുള്ള ഏരിയ? അപ്പോൾ ആരാണ് കൂടുതൽ കുറ്റക്കാരൻ അല്ലെ കുറ്റക്കാരി? സ്വന്തം ജീവൻ എടുക്കുന്നവരോ അതോ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നവരോ? അപ്പോൾ ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്ത ആൾക്ക് ഉറപ്പല്ലേ മറ്റേ ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്? അങ്ങനെ ചിന്തിക്കണ്ടേ? എല്ലാവരും ചോദിക്കുന്നത് ഇങ്ങനെയാണോ അങ്ങനെയാണോ, എന്തുകൊണ്ട് ഷിംജിത എങ്ങനെ ചെയ്തു, ഷിംജിത എങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്തു? മനസ്സിലായില്ലേ? ഇയാൾക്ക് എന്തോ ഒരു ഓപ്ഷനും ഇല്ലേ തെളിയിക്കാൻ? വീഡിയോ എവിഡൻസ് അവിടെ കിടക്കുവാണല്ലോ. അത് വെച്ചിട്ട് പോലും അയാൾക്കത് പറ്റുന്നില്ലെങ്കിൽ അയാളത് ചെയ്തിട്ടുണ്ടെന്ന് അയാൾക്കൊരു ബോധമുള്ള പോലെ എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് പലതും പറയാൻ പറ്റും. നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് പല അഭിപ്രായം പറയാൻ പറ്റും. അതിപ്പോൾ എനിക്ക് തോന്നുന്ന പോലെ പറയുക, ഞാൻ ഇങ്ങനെ അറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമോ, അല്ലെ എനിക്ക് ബാഗ് വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പൊക്കാറുണ്ട്, എന്നിട്ട് കൈ ഇങ്ങനെ വെക്കാറുണ്ട്, അപ്പോൾ തട്ടാറുണ്ട്, അറിയാതെ തട്ടാറുണ്ട് എന്നൊക്കെ വേണേൽ കുറേ പേർക്ക് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് അപ്പുറത്തേക്ക് പെണ്ണ് തട്ടിയിട്ട് ഇറങ്ങിപ്പോകണം, അല്ലെ നിൽക്കുമ്പോൾ ഇങ്ങനെ അറിയാതെ പൊങ്ങാറുണ്ട് എന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അത് കണ്ടാൽ എന്നെ കൊണ്ടും എനിക്ക് മനസ്സിലാവുന്നത് മനഃപൂർവ്വം പൊക്കി മനഃപൂർവ്വം തട്ടി എന്നുള്ളതാണ്. ഈ പറഞ്ഞ മരിച്ചുപോയ മനുഷ്യന് ആ വീഡിയോ കണ്ടാൽ ഞാൻ ചിന്തിക്കുന്ന പോലെയാണോ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയാണോ അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? അയാൾക്കറിയാം അയാൾ എന്താ ചെയ്തതെന്ന്. മനസ്സിലായോ? നമ്മളെക്കാൾ വ്യക്തമായിട്ട് ആ വീഡിയോയിൽ അയാൾ കണ്ടത് എന്തായിരിക്കും.
അയാളുടെ നിരപരാധിത്വമാണോ അതോ അയാളുടെ കുറ്റം ചെയ്യുന്നതിൻ്റെ വീഡിയോ വിഷ്വലാണോ അയാൾ കണ്ടത്? നിരപരാധിയായ ഒരു മനുഷ്യൻ, അയാൾക്ക് എന്തും ആയിക്കോട്ടെ, അയാൾ ഏത് തരം ആയിക്കോട്ടെ, അയാളുടെ നിരപരാധിത്വം അയാളൊരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ അയാൾ ആത്മഹത്യ ചെയ്യണോ? അയാൾ കാണുന്ന ഒരു സാധനമുണ്ട്, നാട്ടുകാരെന്തോ പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീഡിയോ വന്നിട്ടുണ്ട്, അത് വൈറലായോ എന്ന് ചോദിച്ചാൽ അത്ര ഭയങ്കര വൈറലൊന്നും അല്ല. പിന്നെ കൂടുതൽ പേരും അയാളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് അയാൾ കാണുന്നത്. അയാളെ വിളിച്ച് സംസാരിച്ച സുഹൃത്തും പറഞ്ഞത് നീ തട്ടിയിട്ടില്ല, അവളാണ് ഇത് ചെയ്തതെന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ മനഃപൂർവ്വം തട്ടാത്ത ഒരാളായ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത്? അതും അപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആ ടൈമുണ്ട് കേട്ടോ. 12 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അത് എത്ര മണിക്കൂറിനുള്ളിലാണ് അയാൾ മരിച്ചത്? അയാൾ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് അടുത്ത ആക്ഷനുകൾക്ക് വെയിറ്റ് ചെയ്യായിരുന്നത്? അയാളുടെ ബോധത്തിന് എന്തുകൊണ്ട് അയാൾക്ക് തെറ്റിക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ തെറ്റിക്കാൻ എന്നല്ല പറയുന്നത്, ആ ശരിയെന്ന് അയാൾ പറഞ്ഞു. ഇവർ പറഞ്ഞില്ലേ ഡിലീറ്റ് ചെയ്തത് എന്താണ്? അവർ ശരിയായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ഡിലീറ്റ് ചെയ്യത്തില്ലല്ലോ. ആ ലോജിക്കൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇയാളെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്ക്. അയാൾ എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ പേരിട്ട് സംസാരിക്കാനില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ആരോടൊന്നും പറയാനില്ലാത്തതുകൊണ്ടുമാണോ നമ്മൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്തത് തെറ്റല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഇതിനകത്ത് അയാളുടെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിക്കേണ്ടത്. സൈക്കാട്രിക് ആണ് കണ്ടീഷൻ. സൂയിസൈഡ് ടെൻഡൻസിയും സൂയിസൈഡ് അറ്റംപ്റ്റും സൂയിസൈഡും സൈക്കാട്രിക് കണ്ടീഷനാണ്. ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ആളെ തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. എന്ത് കാരണവശാലും ആത്മഹത്യ എന്ന് പറയുന്നതിന് ഇങ്ങനെ പല കാരണങ്ങൾ കാണും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആത്മഹത്യയാണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ഒരു ആത്മഹത്യയുണ്ട്. ഇതിലും സിവിയർ ആയിട്ടുള്ള പരിപാടി നടത്തിയിട്ട് ആരും ആത്മഹത്യ ചെയ്യുന്നില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറിയൊരു കേസിൽ എന്താ മരിക്കേണ്ട കാര്യമേ ഇല്ല? ആരും മരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എനിക്ക് ഒരിക്കലും അത്രയും ഒരാൾ മരണപ്പെടുന്നതിനോട് എന്താ പറയുക, ഇനിയാണെങ്കിൽ ഇത് തന്നെ സംഭവിക്കത്തില്ലേ? ഇതുപോലെ തന്നെ വേണമെന്ന് എന്താ നിർബന്ധം? ഇപ്പോൾ ബസ്സേ വെച്ച് ഒരാളെ തട്ടിമുട്ടി എന്ന് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി അവിടെ വെച്ച് പ്രതികരിക്കണമായിരുന്നു, പോലീസ് കേസ് കൊടുക്കണമായിരുന്നു. ഓക്കെ, അടുത്ത പ്രാവശ്യം അവിടെ വെച്ച് പ്രതികരിച്ചപ്പോൾ അങ്ങ് മരിച്ചാലോ? എന്താ അങ്ങനെ പറ്റത്തില്ല? അപ്പോഴും അയാൾക്ക് ഇത് തന്നെയല്ലേ ഉണ്ടാകുന്നത്. അയാൾ പിടിക്കപ്പെട്ടു അല്ല എന്തിനായാലും. പക്ഷേ എപ്പോഴും ഓർത്താണോ പെൺകുട്ടികൾ വീഡിയോ എടുക്കാതെ ഇമാതിരി പരിപാടിക്ക് നിൽക്കരുത്. ഇല്ല, തിരിച്ചടി ഭയങ്കര ഹെവി ആയിരിക്കും. ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായാൽ തെളിവ് പോലും ഉണ്ടാകത്തില്ല. നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തത്തേ ഉള്ളൂ. ഇനി പ്രത്യേകിച്ച് അപ്പോൾ വീഡിയോ എടുക്കുക, കൃത്യമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അത് പബ്ലിഷ് ചെയ്യണോ വേണ്ടെന്നുള്ളത് കോടതിയോ പോലീസോ പറയാത്തടത്തോളം കാലം വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഇവരൊക്കെ മരിച്ചു പോയാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം. മരിക്കത്തില്ല എന്ന് നമ്മൾ വിചാരിക്കാവും. മനസ്സിലായോ? ഒരാൾ മരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും മരിച്ചിട്ടില്ല. എത്രയോ പേര് ഇപ്പോഴും അതുപോലെ തന്നെ എത്രയോ കേസുകൾ കിടക്കുന്നു. ഇതുപോലെ തന്നെ പിടിക്കപ്പെട്ടവരാരും മരിച്ചിട്ടില്ല, ഒരാളെ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ 100 പേരുണ്ടെങ്കിൽ ഒരാളെ മരിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞു ഇതുമാതിരി ലോജിക്കൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നതെങ്കിൽ തിരിച്ച് ഇങ്ങനെ ഒരു ലോജിക്കിൽ അങ്ങ് പോകാന്നുള്ളതേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാനാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുക്കും. എന്നോട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരിപാടി നടത്തുന്നത് ഞാൻ വീഡിയോ എടുക്കും. അയാൾ മരിക്കത്തില്ല, അയാൾ മരിക്കാനാണ് അയാൾ ഈ പരിപാടിക്ക് നിൽക്കരുത് എന്ന പോലെ തന്നെ ഒരു മാനസികാവസ്ഥ എനിക്ക്. അപ്പോൾ വീഡിയോ എടുക്കണം, പബ്ലിഷ് ചെയ്യാതിരിക്കുക, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴും അയാൾ പോയി ആത്മഹത്യ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക? പിന്നെ ഇപ്പം എല്ലാവരും പറഞ്ഞല്ലോ, അങ്ങനെ എടുത്തിട്ട് പബ്ലിഷ് ചെയ്തു. അപ്പം അയാൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ലെന്നോ എന്താ ആർക്കെന്തോ ഉറപ്പ്? ഇയാളുടെ കാര്യം വിട്ടേക്ക്. ഇനിയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ലെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തിരി വീഡിയോ പബ്ലിഷ് ആയാലും ഇതുപോലത്തെ ആൾക്കാരെ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ളത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആർക്കും ഇല്ല, നമുക്കങ്ങനെ ഒരു ബോധമില്ല, കോടതിക്കില്ല, മീഡിയക്കില്ല, പോലീസിനില്ല, സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ആർക്കും ഇല്ലാത്തതുപോലെ തന്നെ ഷിംജിതയ്ക്കും ഇല്ല. അതുകൊണ്ട് ഷിംജിത ഇവിടെ സ്ഥിരമായി നടന്നുകൊണ്ടിരുന്ന കാര്യം ചെയ്തു. മറ്റേതാണ് സ്ഥിരമായിട്ട് നടക്കുന്നതെങ്കിൽ പോലീസ് എടുക്കുന്നു, അയാളെ ട്രീറ്റ്മെന്റ് എടുക്കുന്നു, അയാൾ പിന്നീട് ബസ്സിൽ വരുന്നില്ല, അയാളുടെ ജീവിതം കുറച്ച് ബെറ്റർ ആവുന്നു എന്നൊരു ഓപ്ഷൻ അവർക്ക് അറിയാമായിരുന്നെങ്കിൽ അവർ അതേ എടുക്കത്തുള്ളൂ. ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഷിംജിതൻ ചെയ്യുന്നു. അതിനകത്ത് എങ്ങനെ ഷിംജിത കുറ്റക്കാരിയാവുന്നത്? അല്ലെ അയാളുടെ മരണത്തിന് കാരണമാകുന്നത് അവരെങ്ങനെ ആവുന്നത്? ഇതിനകത്ത് എനിക്ക് കുറ്റം പറയാനുള്ളത് ഗവൺമെന്റ് സിസ്റ്റവും അതുപോലെ തന്നെ പോലീസ് എന്ന് പറയുന്ന ഈ സംവിധാനവും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് അഡ്രസ് ചെയ്യാതെ പോകുന്ന മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തൊരു ഗവൺമെന്റ്. പിന്നെ പൊതുജനത്തിന്റെ കാര്യം പിന്നെ പറയണ്ട, പൊതുജനം പലവിധമാണ്. ഇങ്ങനെ പറയുന്നത് ഇപ്പം ഞാൻ ഷിംജിതയുടെ കാര്യത്തിൽ ഷിംജിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ദീപകിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതങ്ങനെയാണ്. നിയമത്തിൽ അങ്ങനെയല്ലല്ലോ. അങ്ങനെ നിയമപരമായിട്ടൊരു സാധനം കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ഫോളോ ചെയ്യും. അത് ഫോളോ ചെയ്യാത്തവർ അപ്പോഴും കാണും, അതറിയാത്തവർ കാണും. ഇപ്പോഴും ഉണ്ടല്ലോ അങ്ങനെ. നിയമം മുഴുവനായിട്ടും നമുക്ക് ആർക്കും അറിയത്തില്ല. അതപ്പോൾ തെറ്റ് പറ്റുന്ന ഒരു സാധനങ്ങൾ അപ്പോഴും ഉണ്ടാവും. ഇതൊന്നും പറഞ്ഞിട്ടില്ലാത്തടത്ത് 100% ആൾക്കാരും ചെയ്യേണ്ട കാര്യം തന്നെയാണിത്. 100% ആൾക്കാരും ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അതായത് ഇത് വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ അറിയാവുന്ന, എടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യുന്ന ഉറപ്പുള്ള 100% ആൾക്കാരും ഷിംജിത ചെയ്തേ ചെയ്യത്തുള്ളൂ. ഇത് എടുക്കാത്തവരുണ്ടാവും, മിണ്ടാതെ പോകുന്നവരുണ്ടാവും. 100% പെണ്ണുങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നത്. 100% വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്ന 100% ആൾക്കാർ ഇതേ ചെയ്യത്തുള്ളതാണ് ഇതുവരെ. ഇനി ചിലപ്പോൾ അതിനകത്തുനിന്നും കുറച്ച് പേര് ഫിൽട്ടർ ചെയ്യപ്പെടും. ഇപ്പം തന്നെ കണ്ടില്ലേ, മറ്റേ ബസ്സിലുണ്ടാകുന്ന ആദ്യം ഇയാൾ തട്ടിയിട്ട് ഡിസ്കംഫോർട്ട് അനുഭവപ്പെട്ടു, അത് കണ്ടിട്ടാണ് ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട്. ആ മറ്റേ സ്ത്രീ ഡിസ്കംഫോർട്ട് അനുഭവപ്പെട്ട ഒരു സ്ത്രീ പുറത്തോട്ട് വന്നിട്ടില്ല. ആദ്യത്തെ വായടച്ച സ്ത്രീയാണ്.
ഇങ്ങനെ ഒരു ഇൻസിഡന്റിന് ശേഷം അല്ലെങ്കിൽ ഇത്തിരി സമൂഹത്തിന്റെ ഇതുപോലത്തെ പ്രതികരണങ്ങൾ, പോലീസിന്റെ ഇടപെടലുകൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് വായടച്ച ഇങ്ങനെയൊരു ഇൻസിഡന്റിൽ ഒരു ഡിസ്കംഫേർട്ട് അനുഭവിച്ച ആദ്യത്തെ ആള്, മിണ്ടാതെ പോയ, ഇത്രയൊക്കെ ആയിട്ട് പോലും സംസാരിക്കാതെ മാറി നിന്ന ആദ്യത്തെ ആൾ ഇയാളാണ്. മനസ്സിലായില്ലേ? അവർ ചിലപ്പോൾ അല്ലാതെ തന്നെ അവർക്കത് സാധ്യത കുറവാണ്. കാരണം അവരെ തട്ടിയപ്പോഴും അവർ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. അത് ഷിംജിത ഏറ്റെടുത്തിട്ട് പ്രശ്നമാക്കുമ്പോഴും അയാൾ മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഈ സ്ത്രീയെ സഹായിക്കാൻ പോലും അവർക്ക് തയ്യാറാവുന്നില്ല. മനസ്സിലായില്ല? അവരല്ലെങ്കിലും മിണ്ടാതിരുന്നേനെ, അവർക്കിത് ആവശ്യമല്ല. പക്ഷേ ഷിംജിതയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കണ്ടപ്പോൾ. അയാളെ സഹായിച്ചാണ് ഈ കാണുന്നത്. പക്ഷെ അയാളെ സഹായിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഓരോരുത്തരുടെ ശരീരം ഓരോരുത്തർ മനസ്സിലാക്കുന്നതും അതേ തൊടുന്നതും മുട്ടുന്നതും അവരവർ വിചാരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇതിൻ്റെ സുഖം അനുഭവിക്കുന്നവരുണ്ട്, അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ആ സ്ത്രീക്ക് എന്താണ് അവിടെ അനുഭവപ്പെട്ടതെന്ന് നമുക്ക് അറിയത്തില്ല. അവർ ഡിസ്കംഫർട്ട് എന്ന് പറയുന്നത്, അവർ സുഖം അനുഭവിക്കുന്നത് വേറൊരാൾ കാണുന്നുണ്ടോ, അയാൾ തൊടുന്നത് ആരെങ്കിലും കണ്ടിട്ട് ഇവരെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ള ഡിസ്കംഫർട്ടാണോ അവർക്കുള്ളതെന്ന് നമുക്ക് അറിയത്തില്ല. ഡിസ്കംഫർട്ട് കണ്ടതുകൊണ്ടൊന്നും അത് അവർക്കുണ്ടാകുന്ന വികാരം എന്താണ്, അല്ലെ അവരുടെ മനസ്സിലൂടെ അവർ എന്താ പറയുക, അവർ അനുഭവിക്കുന്ന വേദനയാണോ സുഖമാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഡിസ്കംഫർട്ടേ കാണിച്ചിട്ടുള്ളൂ. ആ ഡിസ്കംഫർട്ടിന്റെ പേടി, ആ പേടി എന്താണ്, ഇയാൾ തൊടുന്നതിലുള്ള പേടി ആയിരിക്കത്തില്ല. ഇതൊക്കെ ആരും കാണുമോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ എന്ത് പറയാം, അങ്ങനത്തെ ഒരു പേടിയുള്ള ഒരാളായിരിക്കാം ചിലപ്പോൾ. നമുക്ക് അവരെ അറിയത്തില്ല. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ ഒരു സ്ത്രീ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരുടെ വീഡിയോ എടുത്തിട്ട് ഷിംജിത ഇട്ടിരുന്നെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, അവരുടെ വീഡിയോ പറയുകയാണെങ്കിൽ അവരെ തട്ടി ഇവരെ തട്ടി, അവർ പറയില്ല എന്നെ തട്ടിയില്ല, ആ പെണ്ണ് വെറുതെ പറയുന്നത് ബാഗ് ബുക്ക് ചെയ്താന്ന് വേണേൽ അയാളും പറയും, അവരും പറയും, കണ്ടിരിക്കുന്നവരെല്ലാം പറയും. പക്ഷേ ഷിംജിത ഈ മനുഷ്യന്റെ തൊട്ടടുത്ത് പോയി നിൽക്കുമ്പോഴും അയാൾ അതേപോലെ ഒരു പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അയാൾ കൃത്യമായിട്ട് ഇവിടെ തന്നെ തട്ടുന്നു. അപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന ആളും ബാഗ് പൊക്കിയപ്പോൾ എവിടെയായിരിക്കും കൈ കൊണ്ടത്. അങ്ങനെ ഒരു ലോജിക്ക് നമുക്കുണ്ടല്ലോ. ചുമ്മാ കോമൺ സെൻസ് അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇയാൾ കൈ പൊക്കുമ്പോഴെല്ലാം ഇങ്ങനെയാണ് അയാളുടെ സ്ഥിരം ബാഗ് പൊക്കുന്ന രീതിയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് അയാൾ വേറെ പുറകെ ഇരിക്കുന്ന ആളുടെ മുലക്കായിരിക്കും തട്ടിയേക്കുന്നത്. അപ്പോൾ അതിൽ ഡിസ്കംഫർട്ടുള്ള ആൾക്കാർ മിണ്ടാതിരുന്നവരുണ്ട്, വീഡിയോ എടുത്തവരുണ്ട്, പ്രതികരിച്ചവരുണ്ടാവും. ഇത് ചെറിയൊരു തട്ട് പെട്ടെന്ന് ഇങ്ങനെ തട്ടിപ്പോകുന്നൊരു പ്രത്യേക രീതിയിലുള്ള പരിപാടി ആയതുകൊണ്ട് അധികം പേരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ സാധ്യത കുറവാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ഒരാൾക്ക് അത് കൃത്യമായിട്ട് ഇത്ര സെക്കൻഡുള്ളിൽ തട്ടിയിട്ട് പോകാനൊക്കെ അറിയായിരിക്കും. മനസ്സിലായില്ലേ? അതൊരു വീക്ക്നെസ് ആണ്. അങ്ങനെയുള്ളവരുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെന്ന്. പിന്നെ ഇയാൾ അങ്ങനെയുള്ള ഒരാളാണോ എന്ന് ചോദിച്ചാൽ, വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നത് അത് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പല രീതിയിൽ ഈ വീഡിയോ കണ്ടു, അതിൻ്റെതായ രീതിയിൽ പല ഡെമോ ഞാൻ കാണിച്ചു. എങ്ങനെയാണ് ബാഗ് പൊക്കേണ്ടത്, പൊക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് തട്ടുന്നു, ഇതെന്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു, എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല, മറ്റുള്ളവരൊന്നും അനങ്ങാൻ നിൽക്കുമ്പോൾ ഇയാൾ മാത്രം അനങ്ങുന്നു. ബസ്സിന് യാതൊരു റോളും ഇതിനകത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഇത്ര നേരത്തിനുള്ളിൽ ഇത് കണ്ടപാടെ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനത്തിൽ ഒരാൾ എത്തുന്നു? അയാൾ ആ തീരുമാനത്തിലെത്താൻ ഇത്ര എളുപ്പം, സ്വന്തം ജീവൻ എടുക്കാൻ അത്ര സിവിയർ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ എത്രയോ പേരെ ഇതുപോലെ പിടിച്ചിരിക്കുന്നു. അവരെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പോലീസ് കൊണ്ടുപോയി റിമാൻഡിലിട്ടും പിന്നെ ജാമ്യത്തിലെടുക്കണം, ഇങ്ങനത്തെ കുറേ പരിപാടികളാണ്. എല്ലാവർക്കും അറിയത്. ഇത് വലിയ കൊലക്കുറ്റമോ ബലാത്സംഗം ചെയ്തവർ ഇവിടെ കൂളായിട്ട് നടക്കുന്നു, ഒരു കുഴപ്പമില്ല. ബലാത്സംഗം ചെയ്തവരൊക്കെ ഇവിടെ വലിയ 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 പദവികളിലിരിക്കുക. പല ബലാത്സംഗം ചെയ്തവരെ നമ്മൾ കണ്ടതല്ലേ, അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടെ? അത്രയും വലിയ കുറ്റമൊക്കെ അയാൾ ചെയ്തിട്ടുണ്ടോ? അയാൾക്ക് ആ ബോധമൊക്കെ ഉണ്ടാകത്തില്ല. അയാൾ വാർത്തകൾ വായിക്കുന്നില്ല, ചുറ്റും നടക്കുന്ന ഒരു സംഭവങ്ങളും അറിയുന്നില്ല. അയാൾക്ക് അയാളെ പറ്റി മാത്രമേ അറിയത്തുള്ളൂ എന്ന് പറയുന്നത് ഒരു കുഴപ്പമാണ്. ഇതിനൊരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ആരാണെങ്കിലും ഇനി ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾ ആരും ഒരു കാരണവശാലും ഇതുപോലത്തെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാലൊന്നും ആത്മഹത്യ ഒന്നും ചെയ്യരുത്. ഈ ബലാത്സംഗം ചെയ്തവൻ പോലും ഇവിടെ ആത്മഹത്യ ചെയ്യത്തില്ല. ഞാൻ ആരോട് പറയൂ ആത്മഹത്യ ചെയ്യാൻ? അങ്ങനെയല്ല, ഒരിക്കലും ആരും ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതൊന്നും നേരത്തെ ആരും പറയാത്തത്. ഇങ്ങനെ തട്ടിന്ന് മുട്ടിന്നോ എല്ലാവരും വീഡിയോ എടുത്താലോ ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നും, അത് വലിയ അങ്ങനെ കാര്യമൊന്നുമല്ല. മനസ്സിലായി? അങ്ങനെ ചെയ്തതുകൊണ്ട് നിങ്ങൾ ഭയങ്കര കുറ്റക്കാരനായിട്ട് ഇവിടെ ശിക്ഷിച്ച് തൂക്കിക്കൊല്ലത്തൊന്നുമില്ല. അപ്പോൾ അത്രയും പേടിക്കേണ്ട ആവശ്യമൊന്നും അതിനില്ല. പക്ഷെ എന്നിട്ടും ഇതെല്ലാം മനസ്സിലാക്കാൻ എല്ലാവർക്കും പറ്റുന്നേ. നമുക്കെല്ലാവർക്കും പറ്റും, നിങ്ങൾക്കും പറ്റും, എനിക്കും പറ്റും. ഞാനതൊക്കെ ഇതുപോലത്തെ കേസുകളൊക്കെ നമ്മൾ അങ്ങോട്ട് ഒരാൾ തോക്കുകൊണ്ട് കൊല്ലാൻ വന്നെന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ടൊരു കേസ് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത പോലീസും എന്നാൽ ഒരു വാക്ക് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ അറസ്റ്റ് ചെയ്യുന്ന പോലീസും ഒക്കെ വളർത്തി എനിക്കും ഉണ്ടാകേണ്ട ഇത്രയും ദുഃഖങ്ങളും വേദനയും അല്ലേ? നമ്മൾ നിയമത്തെ കാണുന്ന രീതിയൊക്കെ തെറ്റിപ്പോയില്ലേ? സംരക്ഷണവും കിട്ടുന്നില്ല, എന്നാലോ കള്ളക്കേസുകൾ പെടുന്നുണ്ട്. അങ്ങോട്ടുള്ള പോലെ അല്ല ഇങ്ങോട്ട്. അത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നില്ലേ? എനിക്കും വേണേൽ ആത്മഹത്യയായിട്ട് പോയ വല്ലതൊക്കെ പറയില്ല, ഭയങ്കര സ്റ്റേറ്റ്മെൻറ്റാണിത്. അതൊന്നും പറ്റത്തില്ല. എനിക്ക് അവരെയൊക്കെ വലുത് എനിക്ക് എൻ്റെ ഈ ജീവനൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ ഞാനത് ചെയ്യാത്തത് അല്ലേ? അപ്പോൾ എൻ്റെ ജീവനും അല്ല എൻ്റെ ജീവിതത്തിനുമാണോ അതോ ഈ നാട്ടുകാർ പറയുന്ന എന്തെങ്കിലും എൻ്റെ മാനത്തിനാണോ വില കൂടുതൽ എന്ന് ഞാനൊന്ന് നോക്കിയാൽ എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നത്, ഇവരിപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തു പറ്റിയെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, അതെന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെ മനസ്സിലായി. അപ്പോഴും ഞാൻ മരിക്കേണ്ട ആവശ്യമില്ല.
എനിക്ക് വീണ്ടും ജീവിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇവിടെ നിന്ന് മാറി ഒരു ഇച്ചിരി ദൂരം മാറി എന്ന തീരാത്ത പ്രശ്നമുള്ളൂ. ഇത് ബാംഗ്ലൂർ പോയി താമസിച്ച് കഴിഞ്ഞാൽ ആരും അറിയത്തില്ല. ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് ഈ ആളെ ഇനിയും അയാൾക്ക് ബസ്സിൽ തന്നെ കയറി വീണ്ടും ഇങ്ങനെ ഒരാളാണെങ്കിൽ വീണ്ടും പോവാം എന്നുള്ളത് സവാദ് വളരെ നല്ല രീതിയിൽ എല്ലാ തരം ഇതുപോലെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കും ഒരു മാതൃകയായിട്ടുണ്ട്. കുറച്ച് ദിവസം റിമാൻഡിൽ കിടക്കും, അത് കഴിഞ്ഞ് ഇറങ്ങി വരും, പിന്നെയും പഴയതുപോലെ ബസ്സിൽ തന്നെ യാത്ര ചെയ്യും, പിന്നെയും പിടിക്കും, ഇനിയും ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ആൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആരുടെ അടുത്താണ്, അത് ഇനിയും പിടിക്കപ്പെടും. അപ്പോൾ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, വീണ്ടും പോലീസുകാർ ഈ മണ്ടത്തരം കാണിക്കും. ഏത് മണ്ടത്തരം അറിയാമോ? ഇതിനെ കൊണ്ടുപോകുന്ന സ്ഥലത്തല്ല കൊണ്ടുവന്നത് റിമാൻഡ് ഇട്ടിട്ട് വിട്ടാകുന്നത് നടക്കത്തില്ല. മെൻ്റൽ ഹെൽത്ത് കെയർ വേണം. അയാളെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക, സൈക്കാട്രിക് കൺസൾട്ടേഷൻ വെക്കുക, അഡ്മിറ്റ് ചെയ്യുക, വീട്ടുകാർക്ക് കൗൺസിലിംഗ് കൊടുക്കുക, അയാളെ ശ്രദ്ധിക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ആൾക്കാരെ അറിയാമെങ്കിൽ ബസ് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും അവർ ഒരു കാരണവശാലും അവരുടെ അടുത്ത് ഇരിക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇനി ആരെങ്കിലും ആ ബസ്സിലുള്ളവർക്ക് ഇയാളെ അറിയാമെങ്കിൽ, അയാളെ കണ്ടിട്ടുണ്ടെങ്കിൽ, അയാൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ എഴുന്നേറ്റ് മാറിയിരിക്കാൻ പറയുക. പറ്റിയാൽ ഇവർക്ക് ഈ അംഗവൈകല്യമുള്ള ആളുകളുടെ സീറ്റിൽ തന്നെ റിസർവേഷൻ കൊടുക്കുക. അതൊരു അംഗവൈകല്യമാണ്, ഡിസബിലിറ്റിയോ ഡിസോർഡറോ എന്തും ആയിക്കോട്ടെ, അവർ അവിടെ തന്നെ ഇരിക്കാൻ സമ്മതിക്കുക. അവർക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ഇരിക്കട്ടെ, സീറ്റ് അങ്ങ് റിസർവ് ചെയ്തേക്ക്. മനസ്സിലായില്ലേ? അവിടെ നിന്ന് എഴുന്നേറ്റ് വരരുത്, അവിടെ ഇരിക്കണം. അറിയാമെങ്കിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എല്ലാവരും ഇടപെടാം. നീ എഴുന്നേക്ക് പുറകോട്ട് പോകും, ഇവിടെ ഇരിക്കരുതെന്ന് പറയണം. എന്താ കുഴപ്പത്തിന്? അവനെ സഹായിക്കുമല്ലോ, അവൻ നാളെ മരിക്കാതിരിക്കാനല്ലേ നമ്മളയാളെ സഹായിക്കുന്നത്. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് ആരെങ്കിലും ചെയ്യുമല്ലോ. ഗവൺമെൻറ്റും ചെയ്യരുതോ ഇങ്ങനെ ഒരാൾ മരിക്കാതിരിക്കാൻ? ഇങ്ങനെ പ്രശ്നം ഉണ്ടായ ആൾക്ക് ചിലപ്പോൾ ഒരു പെണ്ണ് അവിടെ പ്രതികരിച്ചാലും കൊള്ളാം, പോലീസ് സ്റ്റേഷൻ കംപ്ലൈൻറ്റ് കൊടുത്താലും മരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് മരിക്കാതിരിക്കണം എന്നൊന്നും ആരും വിചാരിക്കരുത്. പോലീസുകാർ പിടിച്ചുകൊണ്ടിരുന്നാലും അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഇറക്കി വിടുമ്പോൾ ജാമ്യം കിട്ടി പിടിച്ചത് അവൻ ആത്മഹത്യ. അപ്പോൾ അതുകൊണ്ട് ആ ആത്മഹത്യ ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ കറക്റ്റ് മെഷേഴ്സ് ശരിയാക്കാനുണ്ട്. അതുപോലെ തന്നെ അതിന് മുമ്പ് ഇത് നടക്കാതിരിക്കാനുള്ള സാധ്യതകൾ നോക്കേണ്ടതുണ്ട്.